ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫേഷ്യൽ എങ്ങനെ വീട്ടിൽ ചെയ്യാം എന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മളിപ്പോൾ ഒരു സലൂണിലൊക്കെ പോകുമ്പോൾ നമുക്ക് നല്ലൊരു റേറ്റ് വരും. അതായത് 500 അബവ് ആണ് മിനിമം അല്ലാതും വരുന്നത്. അതായത് 500, 1000, 3000 അങ്ങനെ പല റേറ്റിലുള്ള ഫേഷ്യലുകൾ നമുക്ക് കിട്ടും. ഇന്ന് ഞാൻ ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്നത് VLCCയുടെ ഫേഷ്യൽ കിറ്റാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. പേൾ ഫേഷ്യൽ കിറ്റാണ്. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താഴെ ഒരു ബെല്ലൈക്കൺ വരും. ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ എടുക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോൾ വീഡിയോ ചെയ്താലും നിങ്ങൾക്ക് മിസ് ചെയ്യാതെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് ഡൾ ഫേസ് ആയിട്ടുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 275 ആണ്. നമുക്കിത് ആമസോണിൽ ഡിസ്കൗണ്ട് റേറ്റിൽ കിട്ടും. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്താലും മതി. നല്ലൊരു ബ്യൂട്ടിഫുൾ ആണ്. ഇതിനെ പാക്കിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അതിനുശേഷം നമുക്ക് അപ്ലൈ ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് സ്റ്റെപ്പ് 1 എന്ന് പറയുന്നത് ക്ലെൻസറാണ്, ടോണറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഉള്ളതാണ്. പിന്നെ രണ്ടാമത് വരുന്നത് സ്ക്രബാണ്. പിന്നെ ഒരു ജെൽ വരുന്നുണ്ട്. 4th വൺ പേൾ ക്രീം. 5th വൺ പേൾ ഫേഷ്യൽ. ലാസ്റ്റ് നമുക്കൊരു ഓയിൽ ഫ്രീ മോയ്സ്ചറൈസിങ് ജെല്ലാണ് വരുന്നത്. ഇത് നമുക്ക് ഈ ക്രീം നമുക്ക് ഒരു 3-4 ടൈംസ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം 2 ടൈംസ് എന്തായാലും യൂസ് ചെയ്യാൻ പറ്റും. ഞാനിതിപ്പോൾ 1-2 തവണയും ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഡൾ സ്കിന്നായിട്ടുള്ളവർക്കാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷന് പോണ ദിവസത്തിന് 2 ദിവസം മുന്നെങ്കിലും നമ്മളിത് ഫേഷ്യൽ ചെയ്തിരിക്കണം. എന്നാലേ നമുക്ക് 2 ഡേയ്സ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ ഫേസിൽ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളൊരു 2 ദിവസം മുൻപെങ്കിലും നമ്മൾ ഫേഷ്യൽ ചെയ്തിരിക്കണം. ഇനി നമുക്ക് എങ്ങനെ ഫേഷ്യൽ ചെയ്യേണ്ടതെന്ന് അതിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഫസ്റ്റ് നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. അതിനുശേഷമാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലെൻസർ ആൻഡ് ടോണറാണ് നമുക്ക് ഫസ്റ്റ്. നന്നായിട്ട് ഫേസിൽ അപ്വേർഡ് ടൈപ്പിൽ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലവണ്ണം നമ്മുടെ സ്കിന്നിൽ അബ്സോർബ് ആവുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സ്കിന്നിലെ പോസൊക്കെ മിനിമൈസ് ചെയ്തു. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഫേഷ്യൽ ചെയ്യാനായിട്ടുള്ള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കോട്ടൺ ഉപയോഗിച്ച് കോൾഡ് വാട്ടർ വെച്ചിട്ട് നമുക്കിത് ഫുള്ളായിട്ടും തുടച്ച് നീക്കി കളയാം. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പേൾ സ്ക്രബാണ്. ഇത് നമ്മൾ ഫേസിൽ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. താടിയിലും മൂക്കിൻ്റെ സൈഡിലും ഫുള്ളും നമ്മൾ നല്ലവണ്ണം സ്ക്രബ് ചെയ്യണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് ഈ സ്റ്റെപ്പ്. ഇത് നമ്മുടെ ഫേസിലെ ഡെഡ് സെൽസ്, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാനായിട്ട് ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഒരു 5 മിനിറ്റോളം ഇത് നമ്മൾ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക. ഡ്രൈ ആവണമെങ്കിൽ ഒരു ഐസ് വാട്ടർ വെച്ചിട്ട് കുറച്ചൊന്ന് കയ്യിലൊന്നാക്കിയിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കണം നമ്മൾ. അഞ്ച് മിനിറ്റിന് ശേഷം ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. നന്നായിട്ട് വാഷ് ചെയ്ത് കളയുക. ഇനി 3rd സ്റ്റെപ്പാണ്. 3rd സ്റ്റെപ്പ് പേൾ ജെല്ലാണ്. ഇത് നന്നായിട്ട് കഴുത്തു മുതൽ നെറ്റി വരെ നല്ലവണ്ണം അപ്ലൈ ചെയ്യണം. നന്നായി സർക്കുലർ മോഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ഫുള്ളും നമ്മുടെ സ്കിന്നിൽ
അബ്സോർബ് ആവും വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. നമുക്കത് ഫീൽ ചെയ്യും, ആ ഡ്രൈനെസ് ഫീൽ ചെയ്യും വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5 മിനിറ്റ് നമ്മൾ ഒന്ന് മസാജ് ചെയ്യുക. ഫോർത്ത് സ്റ്റെപ്പിൽ പേൾ ക്രീമാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഒരു 5-10 മിനിറ്റ് നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. സ്ക്രബ് പോലെ തന്നെ ഈ സ്റ്റെപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നന്നായി വലിച്ചെടുക്കും വരെ നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. സ്കിന്നിലോട്ട് നന്നായിട്ട് അബ്സോർബ് ആവും വിധം നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് നമ്മൾ മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യുക. അതിനുശേഷം കോട്ടൺ വെച്ചിട്ട് നന്നായി തുടച്ച് മാറ്റിയെടുക്കാം. 5th പാക്ക് പേൾ പാക്കാണ്. ഇത് നമ്മൾ ഫേസിലും നെക്കിലും നന്നായി പുരട്ടുക. കണ്ണിൻ്റെ ഏരിയനെ അവോയ്ഡ് ചെയ്യുക. ഇത് നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഫെയർനെസ് ആക്കും, ഗ്ലോസിനെസ് നമുക്ക് ലഭിക്കും. ഇതൊരു 10-15 മിനിറ്റ് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്ത് വയ്ക്കുക. കൺതടത്തിൽ ഒരു കോട്ടനോ അല്ലെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്നത് കുക്കുംബറാണ്. ഇനി ഒരു 15 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. 15 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കിത് ഫേസിൽ നിന്ന് മാറ്റാം. ഒരു കോട്ടൺ ഉപയോഗിച്ചിട്ട് നമുക്കിത് വൈപ്പ് ചെയ്തെടുക്കണം. സ്റ്റെപ്പിൽ നമുക്ക് വരുന്നത് ഓയിൽ ഫ്രീ മോയ്സ്ചറൈസിങ് ജെല്ലാണ്. സൺ പ്രൊട്ടക്റ്റ് ആണ് ഇതിൽ. കൂളിംഗ് എഫക്റ്റ് ഒക്കെ നന്നായിട്ട് കിട്ടുന്നുണ്ട്, നല്ല സ്മെല്ലും ഉണ്ട് ഇതിന്. ഇന്നത്തെ പേൾ ഫേഷ്യൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഡൾ സ്കിന്നുള്ളവർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഫേഷ്യലാണ്. നല്ല സ്മെല്ലുണ്ട്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇത് ഡൾ സ്കിന്നായിട്ടുള്ളവർക്കാണ് ഏറ്റവും നല്ലത്. ഇത് നന്നായിട്ട് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ്നെസ് കിട്ടാൻ ഏറ്റവും നല്ലൊരു ഫേഷ്യലാണ്. അധികം റേറ്റും ഇല്ലാത്ത ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രോഡക്റ്റ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. നിറക്കാർക്ക് നന്നായിട്ട് അവരുടെ ഫേസ് നല്ല ഗ്ലേസിങ് തോന്നിക്കും, നല്ലൊരു വൈറ്റ്നെസ് ഫീൽ ചെയ്യും. ഇത് ചെയ്താൽ ഉടനെ ആ ഫീൽ നമുക്ക് ഉണ്ടാകത്തില്ല. ഒരു 2 ഡേയ്സ് കഴിഞ്ഞിട്ടേ നമുക്ക് ഫേസിൽ ഇതിൻ്റെ എഫക്റ്റ് അറിയത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷന് പോകുന്നതിന് മുൻപായിട്ട് ഒരു 2 ഡേയ്സ് ബിഫോർ നമ്മൾ ഇത് ഫേഷ്യൽ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഒരു 2 ഡേയ്സ് വെയിൽ കൊള്ളാതിരിക്കാനായിട്ട് ശ്രമിക്കുക. അധികം വെയിലത്തേക്കൊന്നും പോവാതിരിക്കുക. അപ്പോൾ നമുക്ക് കൂടുതൽ എഫക്റ്റ് കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ ജൈന.